ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ടിസറാണ് വണ്ടി. അതിന് നിലവിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്, അതേപോലെ തന്നെ വാൽവ് അടിക്കുന്ന സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചേക്കണേ. അപ്പോൾ ഗ്യാസ്കറ്റ് നമ്മൾ മാറ്റിയിടണം. ഗ്യാസ്കറ്റ് കിടക്കുന്നത് കംപ്ലൈൻ്റ് ആണ്, കമ്പനി ഐറ്റമൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഗ്യാസ്കറ്റ് ഇട്ട് സെറ്റ് ചെയ്യാം. ആ ഓയിൽ ഇതിൽ കൊണ്ട് ഒഴിയുന്നുണ്ട് സൈഡിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് അത്യാവശ്യം കാണുന്ന ഭാഗത്ത് തുടച്ചിട്ടേക്കാം. ശരിക്കും അത് കഴുകിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ടാപ്പറ്റ് ലൂസ് പറഞ്ഞായിരുന്നേ, അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കറക്റ്റ് ഗേജേജിൽ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സൗണ്ട് ക്ലിയറായിട്ട് മാറുമെന്ന് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ക്യാം ഷാഫ്റ്റിനൊക്കെ തേമാനമുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ക്ലിയറായിട്ട് നമുക്ക് അഴിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ തൽക്കാലം നമ്മൾ പുറമേ നിന്ന് വാൽവ് ചെറുതായിട്ടുള്ള ലൂസ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100% ചിലപ്പോൾ മാറിയെന്ന് വരില്ല കേട്ടോ. കാരണം അത് പഴക്കത്തിൻ്റേതായിട്ടുള്ള തേമാനം കൊണ്ട് വന്നേക്കുന്ന സൗണ്ടാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ഉണ്ടാവും. അത് അപ്പോൾ തൽക്കാലം നമ്മൾ വാൽവ് സെറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഗേജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് കാരണമുള്ള ആ ഗ്യാസ്കറ്റ് മാറ്റിയിടുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്, ഗ്യാസ്കറ്റിൻ്റെ കൂടി ഒരു എസ്റ്റിമേറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ആ വർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.